ഞങ്ങൾ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ കയറി പാലക്കാട് പോയ യാത്രയുടെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. മൂന്നും ചുമപ്പും ഇട്ടുകൊണ്ടായിരുന്നു യാത്ര, അതും കോപ്രാണ്ടികളൊക്കെ കാണിച്ചുകൊണ്ട്. ട്രെയിനിലെ സഹയാത്രികൾക്ക് ഞങ്ങൾക്ക് ഭ്രാന്താണോ വട്ടാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ യാത്രയൊക്കെ നല്ല കോപ്രായൊക്കെ കാണിച്ച് അടിച്ച് പൊളിച്ചെങ്കിലും കേശുവിന് കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൂടെ കൊടുത്തു കേട്ടോ. കളർ പെൻസിൽ കൊണ്ട് കളർ ചെയ്യാൻ മാത്രമല്ല, കേരളത്തിൽ നിന്ന് ഉള്ള 14 ജില്ലകളുടെ പേരും അവനെ ഈ യാത്രയിൽ ഞാനൊന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര നാൾ ഓർത്തിരിക്കും, എത്രമാത്രം കറക്റ്റായിട്ട് പറയും എന്നൊന്നും അറിയില്ല, കുറേയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ട്രെയിൻ ഇറങ്ങി, പിന്നെ അടുത്ത് ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്ര. ബസ് കയറുന്നത് കേശുവിനൊരു സ്ഥിരം അനുഭവം അല്ലാത്തതുകൊണ്ട് തന്നെ അവനത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ബസ്സിൽ. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കയറി. ഇത് കണ്ടില്ലേ, ആ തീറ്റ കണ്ടറിഞ്ഞൂടെ ഞങ്ങൾ തന്നെ പുത്രനാണ്. ഞങ്ങളുടെ പ്ലേറ്റുകൾ അതിനുള്ള തെളിവാണ് കേട്ടോ. സാധാരണ എല്ലാ ആളുകളും ഫുഡ് വന്ന ഉടനെ അതിൻ്റെ ഒരു ഭംഗിയിലും ഓളത്തിലും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ തോന്നും. ഞങ്ങളുടെ വിശപ്പ് അതിനൊന്നും സമ്മതിക്കില്ല. പിന്നെ മടക്കയാത്രയാണ് എന്ന് വെച്ച് പൊറോട്ടയും ബീഫും കഴിക്കാനാണോ പാലക്കാട് പോയെന്ന് ചോദിച്ചാൽ അതൊരു കുഞ്ഞ് രഹസ്യമാണ്. അപ്പോൾ തിരിച്ചുള്ള യാത്രയിൽ നമ്മുടെ ഭാരതപ്പുഴ യാത്ര കാണുന്നത് കേട്ടോ. ഈ വേനൽക്കാലത്ത് ഇത്രയെങ്കിലും വെള്ളം കണ്ടതേ വലിയ ഭാഗ്യം. ട്രെയിനിലധികം തിരക്കൊന്നുമില്ല, പക്ഷെ എന്നാലും ചൂടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. വെട്ടി വേർത്ത് നാശകോശമായിട്ടാണ് യാത്ര. എന്നാലും വലിയ കുഴപ്പമില്ലാതെ തന്നെ അടിച്ചു പൊളിച്ച് തന്നെ തിരിച്ചും യാത്ര ചെയ്തു. ഇടയ്ക്ക് ഒരു 6 മണിക്കൂർ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ട്രെയിനിൽ നിന്ന് പതിയെ കോട്ടയത്ത് വെച്ചിട്ടൊരു ചാട്ടം വെച്ച് കൊടുത്തു. ആര്യാനിനെയും കണ്ടിട്ട്